റഷ്യയുടെ ഭൂചലനത്തെ തുടർന്ന് ജപ്പാൻ തീരത്തും റഷ്യൻ തീരത്തും വലിയ തിരമാലകൾ, സുനാമി തിരമാലകൾ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. ജപ്പാനിൽ ഹൊക്കൈഡോയിലെ തുറമുഖ നഗരമായ നെമുഡോയിലാണ് 30 സെന്റിമീറ്റർ ഉയരത്തിൽ തിരമാലകൾ ആഞ്ഞടിച്ചത്. റഷ്യയുടെ തുറമുഖ നഗരമായ സെവറോ കുറിൽസ്കിന്റെ ഒരു ഭാഗം വെള്ളത്തിൽ പൂർണ്ണമായിട്ടും മുങ്ങിയിട്ടുണ്ട്. റഷ്യയിലെ കാംചത്ക എന്ന് പറയുന്ന ഒരു ദ്വീപിൽ 8.7% തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടതെന്നാണ് അറിയാൻ കഴിയുന്നത്. ആതിര ജെയിൻ നമ്മുടെ ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആതിര, 8.7 എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്ന നിലയിലുള്ള റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭൂചലനമാണ്. നേരത്തെ സുനാമി മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. 1 മീറ്റർ ഉയരത്തിൽ വരെ തിരമാലകൾ പ്രതീക്ഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ സുനാമി തിരമാലകൾ അടിച്ചു തുടങ്ങിയെന്നാണോ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്? അതെ അരുൺകുമാർ, 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമായിരുന്നു ഉണ്ടായത്. അതിനുശേഷം സുനാമി മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റഷ്യയിലും ജപ്പാനിലും സുനാമി തിരകൾ ആഞ്ഞടിച്ചുവെന്നാണ് റിപ്പോർട്ട്. നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു വരുന്നുണ്ട്. ഹൊക്കൈഡോയിലെ തുറമുഖ നഗരമായ നെമുഡോയിലാണ് ജപ്പാനിലാണ് സുനാമി തിരകൾ വന്നത്. 30 മുതൽ 40 സെന്റിമീറ്റർ ഉയരത്തിൽ തിരകൾ ആഞ്ഞടിക്കുകയായിരുന്നു. 2000-ഓളം ആളുകളുള്ള റഷ്യൻ നഗരമായ സെവറോ കുറിൽസ്കിയിലും സുനാമി തിരകൾ ആഞ്ഞടിച്ചു. ഇവിടെ നിന്നെല്ലാം ആളുകളെ ഒഴിപ്പിച്ചു. ജപ്പാനിൽ ഫുക്കുഷിമ ആണവ കേന്ദ്രത്തിൽ നിന്ന് ജോലിക്കാരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. 2011 ശേഷം ഉണ്ടായ ഏറ്റവും വലിയ തീവ്രതയുള്ള ഭൂകമ്പമാണ് നിലവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജോലിക്കാരെ ഒഴിപ്പിച്ചു, ആണവ കേന്ദ്രത്തിൽ നിന്ന് ജോലിക്കാരെ ഒഴിപ്പിച്ചു എന്ന പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. കാംചത്ക ഉപദ്വീപാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. നെമുഡോയിലും സെവറോ കുറിൽസ്കിയിലുമാണ് ഇപ്പോൾ സുനാമി തിരകൾ ആഞ്ഞടിച്ചിട്ടുള്ളതെങ്കിലും അലാസ്കോയിലും ഹവായ് ദ്വീപുകളിലും സുനാമി മുന്നറിയിപ്പുണ്ട്. അതുപോലെ ഇക്വഡോർ, ഗുവാം ദ്വീപ് എന്നിവിടങ്ങളിലും സുനാമി മുന്നറിയിപ്പുണ്ട്. തീരപ്രദേശത്ത് നിന്ന് ആൾക്കാരെ മാറ്റിയിട്ടുണ്ട്. വടക്കൻ ജപ്പാനിൽ റെയിൽവേ സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കാൻ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 3 മീറ്റർ ഉയരത്തിൽ തിരമാലകൾ ആഞ്ഞടിക്കാമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ജാഗരൂകരായിരിക്കാൻ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ആതിര. വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. ഇന്നലെ 8.7 എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഭീകരാവസ്ഥ പ്രേക്ഷകർക്ക് മനസ്സിലാവാം.